ഹലോ. അപ്പോൾ ആസ് യു സീൻ ഇൻ മൈ തംബ്നെയിൽ ഇന്നിപ്പോൾ റൂമിനൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഒന്ന് നന്നാക്കി വൃത്തിയാക്കണം, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇതിനൊന്ന് കവർ ചെയ്തെടുക്കണം. കാരണം ഇത് ആദ്യം വെച്ചപ്പോൾ ഇതെങ്ങനെ ശരിയാവും നോക്കാനായിരുന്നു. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. ആൻഡ് ഒരു 2 സെക്ഷനായിട്ടും കൂടെ മാറ്റിയിട്ട് നെക്സ്റ്റ് ഇതിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തുന്നില്ല. പക്ഷേ അച്ചീവ്മെൻറ്റ്സിൻ്റെ പേജ് നേരെ ജേണലിലേക്ക് മാറ്റി വിട്ടിട്ടുണ്ട്. ആൻഡ് 2025 വേണ്ടിയിട്ട് വേറൊരു അച്ചീവ്മെൻറ്റ്സിൻ്റെ പേജും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇതൊരിക്കലും ആദ്യം തന്നെ നേരെ ജേണലിലേക്ക് വെക്കില്ല, നമ്മൾ കാണുന്നൊരു സ്ഥലത്തായിരിക്കും വെക്കുക. ബാക്കിയൊക്കെ ഒന്ന് പ്ലേസ് മാറ്റി ഒട്ടിക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ചിലത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തൊക്കെ ആയിട്ടും വെച്ചിട്ടുണ്ട്. ഇതോടെ ചുമരുമത്തെ ഏതാണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓടിപ്പോയിട്ടൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 മാസ്കിംഗ് ടേപ്പിൻ്റെ കഴിഞ്ഞ ആ ഒരു റോൾ ഉണ്ടല്ലോ, അതാണ്. അത് രണ്ടും നേരെ ഒട്ടിക്കുക. ആൻഡ് കയ്യിലുള്ള ഏതെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് അതിനെ ചുറ്റുകയാണ്. ഇവിടെ ഇപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ന്യൂ ഇയർ സെലിബ്രേഷന് കൊടുത്ത ഗിഫ്റ്റിൻ്റെ അതിൽ നിന്ന് പുതിയ പേപ്പർ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒന്നെടുത്ത് ചുറ്റുക. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഡെക്കറേഷന് ഇപ്പോൾ തൽക്കാലം ഞാൻ റിബൺ എടുത്തിട്ടൊന്ന് ചുറ്റിയിട്ടുണ്ട്. ഇതോടെ പണി കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറഞ്ഞു. ഇതിൻ്റെ താഴെ എന്തെങ്കിലും ഒന്ന് ഒട്ടിക്കണ്ടേ. അപ്പോൾ ലാസ്റ്റ് ഞാൻ പേപ്പർ രണ്ടാമത് ഒട്ടിക്കുക ചെയ്തത്. ആ കവർ ചെയ്ത പേപ്പറിന് മുന്നേ ഒട്ടിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അല്ലെങ്കിൽ ഇതിപ്പോൾ മുന്നേ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ താഴെ അന്ന് ചെയ്തത് നമ്മുടെ മാസ്കിംഗ് ടേപ്പ് ഉണ്ടല്ലോ, അത് കണ്ടിന്യൂസ്ലി കുറച്ചെണ്ണം ഒട്ടിച്ച് ദെൻ അതിൻ്റെ ഈ പശയുള്ള ഭാഗത്ത് പേപ്പർ വയ്ക്കുകയാണ് ചെയ്തത്. ഇനി എന്തായാലും അതിനൊന്ന് രൂപം മാറ്റാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പേപ്പറൊക്കെ പാടെ പിച്ച് ചീന്തി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ഒരു റെഡ് കളറാണ് എടുത്തത്. അപ്പോൾ അത് നേരെ ചുറ്റി. ഇതും അതുപോലെയൊക്കെ തന്നെയാണ്. ചുറ്റി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇതിലെന്തായാലും തൽക്കാലം ഞാൻ ഇതിലൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും പേപ്പറൊക്കെ പാടെ പിച്ചി പൊളിച്ചതാണല്ലോ. അപ്പോൾ തൽക്കാലം നമുക്കൊരു ഗ്രീൻ പിടിക്കാം. അപ്പോൾ ഗ്രീൻ സ്റ്റിക്കർ എടുത്തിട്ട് നേരെ ഒട്ടിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതോടെ എനിക്ക് സമാധാനമായില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ കാട്ടുകയല്ലേ, വേറെന്ത്, ഇനിയും സ്റ്റിക്കർ ഇരിക്കണ്ടല്ലോ. അവസാനം ഇപ്പോൾ ഈ കോലത്തേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ക്രിസ്മസ് തീമിൻ്റെ ഒരു എന്തോ എവിടെയോ ഇല്ലേ, നന്നായിട്ടുണ്ട്. സ്റ്റാർ ഇട്ടിക്കണ്, അതിൻ്റെ ഇടയിൽ കൂടെ ചുവപ്പും പച്ചയും. സാരല്ല, ക്രിസ്മസ് ആവണം എന്നില്ലല്ലോ ക്രിസ്മസ് തീം ചെയ്യാൻ. ചുമരിൻ്റെ ഈ ഭാഗം എനിക്കൊന്നും ചെയ്യണം എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിനെ ഞാനിവിടെ വെറുതെ വിട്ടു. ഒന്ന് തുടച്ചും എനിക്ക് എടുത്തിട്ടുണ്ട്, വല്ല മാറാലി ഉണ്ടെങ്കിലോ. ഇതാണ് എൻ്റെ റൂമിലത്തെ 2 വേസ്റ്റ് ബോക്സ്. ഒരെണ്ണം ബക്കറ്റാണ്, ബൈ ദ വേ. ബക്കറ്റത്ത് നമുക്ക് കോമൺലി ഉള്ള പ്ലാസ്റ്റിക് ഇടാനുള്ള ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ മറ്റേത് ഇപ്പോൾ തൽക്കാലം കോമൺ എന്ന് പറയുന്നത് ഈ പറയുന്നതാണ്, എൻ്റെ റൂമിലത്തെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ അത് മാറ്റുന്നില്ല. ഈ പരിപ്പുടൻ എന്താ ഞാൻ കാണിച്ചത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അറിയാതിരിക്കാൻ വേണ്ടേ, അത് പോട്ടെ. അപ്പോൾ ഇപ്പോൾ എൻ്റെ റൂം ഇതാണ് കോലം. വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്തൊക്കെയൊക്കെയോ ചെയ്തു എന്നുള്ളൊരു തോന്നലില്ലേ, അതുണ്ട്. അപ്പോൾ ശരി.